ആ ബസ്സേ ആ പള്ളിൻ്റെ മുൻവശമല്ലോ ആ കബർസ്ഥാനം അവിടെ നന്നാക്കി വൃത്തിയാക്കിക്കളാം. പിന്നെ ആ ഔദൻ്റെ ഭാഗങ്ങളൊക്കെ നന്നാക്കി അതിൻ്റെ കഴുകി വൃത്തിയാക്കിക്കളാം കേട്ടോ. ശരി. അസ്സലാമലൈക്കും അജയരെ, ഞാൻ 2 ദിവസം നിങ്ങളെ തെരഞ്ഞു. വലൈക്കും സലാം. ആ എന്താ പിന്നെ കാണേണ്ട കാര്യം? അജയരെ, എന്റെ മോളെ കല്യാണക്കാരി ശരിയായിക്കണ്. അപ്പൊ അത് പറയാൻ വേണ്ടി വന്നാണ് ഞങ്ങളെ അടുത്തേക്ക്. എത്ര മോളോ കല്യാണം കഴിച്ചിപ്പോ? എൻ്റെ ഇപ്പം എത്രാമത്തെ മോളാ ഈ കല്യാണം കഴിക്കുന്നത്? അജയരെ, എന്റെ 5ാമത്തെ മോളെ കല്യാണമാണത്. കെട്ടിൽ എത്രാമത്തെ മോളാപ്പത്? അജയരെ, എന്റെ 4ാമത്തെ കെട്ടില് 5ാമത്തെ മോളാണത്. ഖദീജ, ഞാൻ എൻ്റെ 4 പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ ഞാൻ എന്നെ നല്ലപോലെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പം ഇങ്ങനെയൊക്കെ പുതിയാപ്പൾക്ക് പോയ അതിൽ കുട്ടികളുണ്ടാകുക, നിങ്ങൾ ഈ നാട്ടുകാരെ കണ്ടിട്ടോ ആചാരെ കണ്ടിട്ടൊക്കെ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇപ്പം നീ വലിയ ഖദീജ, ഈ പായത്തമാരിക്കൊന്നും നല്ല പറ്റിയ സ്ഥിതി വളരെ മോശമാണ്. ഈ പൈക്ക് അവിടുന്ന്. ശരി അജയരെന്ന് ഞാൻ പോന്നാൽ. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുക? മനുഷ്യന്മാർ ഇങ്ങനെ ഒരുങ്ങി നടന്നാല്. മോളെ മുനീറ. എന്തിയപ്പാ ഇപ്പൊ ഇതിനെ വിളിച്ച്? അത് മോളെ നമ്മളെ പറമ്പത്തെ ഖദീജാത്ത വന്നിരുന്നു ഇവിടെ. 5ാമത്തെ മോളെ കല്യാണമാണല്ലോ. അവർക്ക് അതന്നെ ഒരു തൊഴിലാണ്. അപ്പം ഞാൻ അവിടെ ദേശം സ്ട്രോങ് ആയിട്ട് പറഞ്ഞയച്ചിട്ടുണ്ട്. അത് പൂണ് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. പിന്നെ ഒരു പെൺകുട്ടിൻ്റെ കാര്യമാണല്ലോ. ഞാൻ ആ ജ്വല്ലറിക്ക് വിളിച്ചു പറയാം, ഇതൊരു 10 പവൻ്റെ പണ്ട് അവിടെ നിന്ന് വാങ്ങിയിട്ട് അവരെ വീട്ടിൽ കൊണ്ടുപോയി കേട്ടോ മോളെ. ആയിക്കോട്ടെപ്പാ, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം.